നമസ്കാരം, ഗുഡ് മോർണിംഗ്. മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു നല്ല ഞായറാഴ്ചയായിട്ട് എല്ലാവരും തിരക്കുകളൊക്കെ ഇല്ലാതെ വീട്ടിലിങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കുന്ന ഒരു ദിവസമായിരിക്കും അല്ലേ? വരുന്ന സമയമായിരിക്കും. അതെ, അപ്പൊ നമുക്ക് കുറച്ച് വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അപ്പോൾ ഈ ഒരു 1.5 മണിക്കൂറൊക്കെ കൂടാം. ഇന്ന് നമ്മൾ പതിവ് പോലെ വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു അതിഥി വിശേഷത്തിലേക്കാണ് പോകുന്നത്. നമുക്കറിയാം, സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ഉർവശിയുമായി പങ്കിട്ട ബീന ആർ ചന്ദ്രൻ. ബീന ആർ ചന്ദ്രൻ ആരാണ് എന്നുള്ളത് ഒരു പക്ഷേ കഴിഞ്ഞ 2 ദിവസങ്ങളായ ആളുകൾ ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ്. അപ്പൊ ബീന ടീച്ചറെ നമ്മൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ബീന ടീച്ചറുടെ വിശേഷങ്ങളിലേക്കാണ് മോർണിംഗ് വൈബ്സിൽ നമ്മൾ ആദ്യമേ കടക്കാൻ പോകുന്നത്. അപ്പം ബീന ടീച്ചറിലേക്ക് പോകാം അല്ലേ? യെസ്. ബീന ടീച്ചർ, ഗുഡ് മോർണിംഗ്. മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ് ബീന ടീച്ചർ. ആദ്യം തന്നെ ന്യൂസ് 8ന്റെ വലിയൊരു അഭിനന്ദനം അറിയിക്കുകയാണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പം നമ്മൾ ഈ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 2 ദിവസമായി ആളുകൾ ഇങ്ങനെ തെരഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഗൂഗിൾ സെർച്ചിലൊക്കെ ഏറ്റവും കൂടുതൽ വന്നിട്ടുണ്ടാവുന്ന ഒരു പേര് തന്നെ ബീന ആർ ചന്ദ്രൻ. അത് ആരാണ് എന്നുള്ളതാണ്. ടീച്ചറെ, വലിയൊരു അവാർഡ് നേട്ടത്തിന്റെ തിളക്കത്തിലാണ് ഇരിക്കുന്നത്. അതും നമ്മുടെ എല്ലാം ഏറ്റവും പ്രിയങ്കരിയായിട്ടുള്ള ലെജൻഡ് ആയിട്ടുള്ള ഉർവശി മാമിനൊപ്പമാണ് ഈ അവാർഡ് പങ്കിടുന്നത് എന്നുള്ളത് ഇരട്ടി മധുരം കൂടിയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു മൊമെന്റ്? ആ ഒരു അവാർഡ് പ്രഖ്യാപിച്ച ആ ഒരു ബീന ടീച്ചറിനാണ് അവാർഡ് കിട്ടിയത് എന്ന് അറിഞ്ഞ ആ ഒരു മൊമെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? അതെനിക്ക് വാക്കുകൾ കൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല. അത്രയും സന്തോഷമായിരുന്നു. വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് സ്വപ്നം കാണുക തന്നെയാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കുട്ടികൾക്ക്. ഞാൻ UP സ്കൂളിലെ അധ്യാപികയാണ്. ആ സമയത്താണ് എൻ്റെ സുഹൃത്ത് ഈ വിവരം പറഞ്ഞത്. അപ്പോൾ കുട്ടികളെല്ലാം ഭയങ്കര സന്തോഷത്തിലായിരുന്നു. എന്തായാലും ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം ഈ അവാർഡ് പ്രഖ്യാപിച്ച സമയത്ത് തന്നെ നമ്മൾ ന്യൂസ് 18ൽ നിന്ന് മാമിന് ഒരു അഭിനന്ദനം അറിയിക്കാൻ വേണ്ടിയിട്ട് ടീച്ചറിനെ വിളിക്കുകയുണ്ടായി. അപ്പം ടീച്ചർ ഇങ്ങനെ സ്കൂളിൽ നിൽക്കുകയാണ്. നമുക്ക് ഈ ഫോൺ കോളിൽ കൂടി കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു കുട്ടികളുടെ ആ ഒരു ബഹളവും. ഒരുപാട് ആളുകൾ ഇങ്ങനെ ചുറ്റും കൂടി നിന്ന് ഇങ്ങനെ കൈയടിക്കുന്നു. ഭയങ്കര ഒരു അമിത ആഹ്ലാദം എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു മൊമെന്റ് ആയിരുന്നു. ഞങ്ങളത് ഇവിടെ ഇരുന്ന് കണ്ടിരുന്നു ടീച്ചറെ. എന്ത് പറഞ്ഞു കുട്ടികളൊക്കെ? എന്ത് പറഞ്ഞു? എനിക്കൊന്ന് ആദ്യം അറിയുന്നത് കുട്ടികളുടെ കൂടെയാണ്. കുട്ടികളുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു ടീച്ചറെ? അവര് ഭയങ്കര സന്തോഷമായിരുന്നു. അവര് ഓടി വന്ന് കെട്ടിപ്പിടിക്കും. നല്ല സന്തോഷം. അവരെല്ലാവരും ഉറക്കെ നല്ല എന്താ ശബ്ദം ഉറക്കെ ജയ് എന്നൊക്കെ വിളിച്ചിട്ട് യോ കൊടുക്ക ടീച്ചർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ടീച്ചർ ഭയങ്കര സന്തോഷമായിരുന്നു. കെട്ടിപ്പിടിക്കലും ഉമ്മ തരലും. പിന്നെ കുറെ കഴിഞ്ഞപ്പോ ചോദിച്ചു, ഇനി ടീച്ചർ ഞങ്ങൾക്ക് ക്ലാസ്സിലേക്ക് വരില്ലേ എന്ന് ചോദിച്ചു. എനിക്ക് തോന്നുന്നു അറിയാം, ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ടീച്ചർ ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ്, ടീച്ചറാണ്. അതുപോലെ ഇപ്പൊ എനിക്കൊരു സംശയം ഉള്ളതെന്ന് വെച്ചാൽ ടീച്ചറിന്റെ വരവ് കുറച്ച് വൈകിയോ എന്നാണ്. സിനിമയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകരിലേക്ക് ടീച്ചറിന്റെ വരവ് കുറച്ച് വൈകി പോയോ എന്നാണ്. ടീച്ചറിന് എന്താ തോന്നുന്നു? അല്ല, അതിന് ഓരോന്നിനും ഓരോ സമയമുണ്ടല്ലോ. ഞാൻ ഒരിക്കലും സിനിമയൊന്നും സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നില്ല. നാടകമാണ് എൻ്റെ മേഖല, അധ്യാപനം. പിന്നെ എന്താ പറയുക, മണികണ്ഠൻ പട്ടാമ്പി ആണ് എന്നെ ആദ്യം സിനിമയിലേക്ക് കൊണ്ടുവന്നത്. പിന്നെ സുദേവൻ പെരിങ്ങോട്, MG ശശി. അതിനുശേഷമാണ് ഫാസിൽ ഷോർട്ട് ഫിലിമുമായിട്ട് വന്നത്. അതിരപ്പിറ 2 ഷോർട്ട് ഫിലിം ചെയ്തു ഫാസിലിൻ്റെ കൂടെ. പിന്നെ ഈ തടവിലേക്ക്, ഫാസിൽ റസാഖിന്റെ തന്നെ തടവിലൂടെയാണ് ടീച്ചർ ഈ ഒരു വലിയ നേട്ടം സ്വന്തമാക്കിയത്. ടീച്ചർ സ്കൂളിൽ പഠിപ്പിക്കുന്ന സബ്ജക്ട് ഏതാണ്? അതെ അതെ, തീർച്ചയായിട്ടും. ഞാൻ മലയാളം ഇംഗ്ലീഷും. അപ്പോൾ ബോട്ടണിയാണ് PG. പക്ഷേ എനിക്ക് ഭാഷയാണ് ഒന്നും കൂടി ഇഷ്ടം. കാരണം തിയേറ്റർ എൻ്റെ കയ്യിലുള്ള കാരണം. അതെ അതെ. അപ്പോൾ ടീച്ചറിൻ്റെ ഒരു തുടക്കം എന്ന് പറയാവുന്നത് എനിക്ക് തോന്നുന്നു, ഞാൻ മറ്റൊരു ഇന്റർവ്യൂവിൽ കണ്ടതാണ്. അതായത് ഈ പാഠപുസ്തകങ്ങൾ ടീച്ചർ ഇങ്ങനെ കുട്ടികൾക്ക് മുമ്പിൽ ഒരു നാടക രൂപേണ അവതരിപ്പിച്ചു കൊടുക്കും. അപ്പം അതിൽ നിന്നാണ് ടീച്ചറിന്റെ ഒരു തുടക്കം എന്നാണോ നമ്മൾ കരുതേണ്ടത്? അങ്ങനെയല്ല, ഞാൻ കുട്ടിക്കാലം മുതലേ ചെയ്യുമായിരുന്നു. കൂട്ടുകാരെയൊക്കെ കൂട്ടിച്ചേർത്ത് വെറുതെ ഇങ്ങനെ ഓരോ സ്ക്രിപ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് നാടകം കളിക്കുമായിരുന്നു. അതൊന്നും ശരിയാണോ എന്നൊന്നും അറിഞ്ഞിരുന്നില്ല. പക്ഷെ നാടകം കളിക്കാൻ ഭയങ്കര രസമായിരുന്നു എൻ്റെ കൂട്ടുകാർക്കും. പിന്നെയാണ് ഹൈസ്കൂളിലൊക്കെ എത്തുമ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ട പാണി മാസ്റ്റർ നാടകം എന്താണെന്നുള്ളൊരു ബോധ്യം എനിക്ക് തന്നത്. പിന്നെ ഗംഗസാര, ഗീത ടീച്ചർ, അങ്ങനെയുള്ള ഒരുപാട് ഗുരുക്കന്മാരുണ്ട് എനിക്ക് നാടകത്തിൽ. ഇപ്പം ഞാൻ അമേച്ചർ നാടക സംഘത്തിലാണ് നിൽക്കുന്നത്.
ശ്രീജ അറങ്ങോട്ടുകര നാരായണേട്ടൻ അവരുടെ കലാപാഠശാല എന്ന സംഘത്തിൻ്റെ കൂടെ. എനിക്ക് തോന്നുന്നു ഒരു കൂട്ടം സുഹൃത്തുക്കളുടെയും നിങ്ങൾ ഒരേ നാട്ടുകാരായിട്ടുള്ള ആളുകളുടെ ഒരു ചെറിയ സിനിമ എന്നുള്ള രീതിയിൽ ആലോചിച്ച ഒരു പദ്ധതിയായിരുന്നു ഈ തടവ് എന്നുള്ളത് അല്ലേ? അതെ അതെ തീർച്ചയായിട്ടും. എൻ്റെ നാടിൻ്റെ സിനിമയാണ്, ഞങ്ങളുടെ പരുതൂർ പഞ്ചായത്തിൻ്റെ സിനിമയാണ്. ടീച്ചറിനൊപ്പം അഭിനയിച്ചിട്ടുള്ളതും ഈ അണിയറ പ്രവർത്തനത്തിൽ ഉള്ള ആളുകൾ എല്ലാവരും ഒരേ നാട്ടിലുള്ള ആളുകൾ തന്നെയല്ലേ? അതായത് ടീച്ചറിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന അനിത ടീച്ചറും ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ അതിലൊരു മെയിൻ കഥാപാത്രമായിട്ട്? അനിത ടീച്ചറാണ് എൻ്റെ ഭയങ്കര മോട്ടിവേഷൻ. എപ്പോഴും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഈ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തന്നെ അനിത ടീച്ചറാണ് വല്ലാതെ എക്സൈറ്റഡ് ആയത്. അത്ര നല്ല ക്യാരക്ടറാണ്, നീ വിജയിപ്പിക്കണത്, നിനക്ക് കഴിയും എന്ന് പറഞ്ഞിട്ട് സപ്പോർട്ട് തന്നത് അനിത ടീച്ചറാണ്. പിന്നെ സുബ്രഹ്മണ്യൻ ഞങ്ങളുടെ PTA അംഗമായിരുന്നു. ഞങ്ങൾ 3 പേരും കൂടിയിട്ടാണ് സ്കൂളിലെ തിയേറ്റർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഗീത എന്ന് പറയുന്ന ക്യാരക്ടറിലേക്കുള്ള ടീച്ചറിന്റെ യാത്ര എങ്ങനെയായിരുന്നു? ഫാസിൽ ഈ സ്ക്രിപ്റ്റ് എന്നെ കാണിച്ചു. ഞാനത് വായിച്ചപ്പോൾ ശരിക്കും വല്ലാത്തൊരു ഉത്തരവാദിത്തമാണ് എന്നെ ഏൽപ്പിച്ചതെന്ന് മനസ്സിലായി. കാരണം സിനിമ പാഷനായിട്ട് നടക്കുന്നതാണ് ഫാസിലിൻ്റെ ആദ്യത്തെ സിനിമ. അത് വിജയിക്കണമെങ്കിൽ ഞാൻ നല്ല രീതിയിൽ പെർഫോം ചെയ്യണം. അപ്പോൾ നന്നായിട്ട് ഹോംവർക്ക് ചെയ്തിരുന്നു. പിന്നെ ഫാസിൽ 1 മാസത്തോളം റിഹേഴ്സൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്രത്തോളം ഏത് രീതിയിൽ അതിനെ സമീപിക്കണം എന്നുള്ള കറക്റ്റായിട്ടൊരു പിക്ചർ തന്നിരുന്നു. ടീച്ചർ പൊതുവെ ഇങ്ങനെ വളരെ സൗമ്യയായി കുറച്ച് വാക്കുകളിൽ സംസാരിക്കുന്ന ഒരാളാണോ? അല്ല, ഞാൻ ഈ അവാർഡ് പ്രഖ്യാപനം വന്നപ്പോ ഞാൻ ഒരുപാട് സംസാരിച്ചു. അപ്പൊ എനിക്ക് തോന്നി അത്ര വേണ്ടെന്ന് ഞാൻ അങ്ങനെ കണ്ടപ്പോഴേ. അങ്ങനെ കരുതേ ചോദ്യത്തിന് മാത്രം അങ്ങനെ പറയാം, അധികം പറയണമെങ്കിൽ നമ്മൾ ചോദിക്കുന്നതിന് മാത്രമേ ലിമിറ്റഡ് ആയിട്ടുള്ള ആൻസേഴ്സ് ചോദ്യം ചോദിക്കും, 2 വാക്കില് ടീച്ചറായിട്ട് ഉത്തരവ് കൊടുക്കും. നമ്മള് ടീച്ചറിന്റെ വിശേഷങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ടീച്ചറിന് ഇങ്ങനെ ഉള്ളു തുറന്ന് വിശാലമായിട്ട് 25 വർഷത്തിലധികമായിട്ട് നാടകത്തിലും അതുപോലെ ഇങ്ങനെ ഈ അഭിനയ രംഗത്ത് സജീവമായിട്ടുള്ള ഒരാളാണ്. പക്ഷെ ടീച്ചറിന്റെ ആ ഒരു വിനയവും അല്ലെങ്കിൽ ആ സംസാരിക്കുന്ന ഒരു രീതിയും കാണുമ്പോഴത്തേക്കും ഇപ്പോഴും നമുക്ക് തൊട്ടടുത്ത് നിന്ന് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ തൊട്ടടുത്ത് നമുക്ക് പരിചയമുള്ള ഒരാള് വളരെ സൗമ്യമായിട്ട് സംസാരിക്കുന്നത് പോലെ അല്ലെ? അതെ അതെ. ഇങ്ങനെ ഒരു എന്താണ് പ്രശസ്തി, അങ്ങനെ ഒരു വലിയൊരു അവാർഡ് ലഭിച്ചതിന്റെ ഒരു വലിയ എനിക്കിഷ്ടം. അങ്ങനെ ഇരിക്കാനാണ് ഇഷ്ടം. സ്കൂളില് എങ്ങനെയായിരുന്നു ബാക്കിയുള്ള അധ്യാപകരുടെയും ഒരിക്കലും പറഞ്ഞോളൂ ടീച്ചർ പറഞ്ഞോളൂ. അത് ഈ തടവ് സിനിമ IFFK കഴിഞ്ഞ ശേഷം എല്ലാവരുടെയും പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരുന്നിരുന്നു. അപ്പൊ എൻ്റെ സഹപ്രവർത്തകര് ഇത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നും പറയും എന്നോട്, എന്തായി, എന്തെങ്കിലും അറിഞ്ഞോ, മറ്റേ ഫെസ്റ്റിവൽ എന്തായി, ഈ ഫെസ്റ്റിവൽ എന്തായി എന്നും ചോദിക്കും. ഇന്നലെ അതേപോലെ തന്നെ രാവിലെ വന്നിട്ട് കുറെ പേര് പറഞ്ഞു ഇന്നലെ അവാർഡ് പ്രഖ്യാപനം. അപ്പൊ ഞാൻ പറഞ്ഞു അതെന്തോ മാറ്റി വെച്ചു തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അവർക്കൊക്കെ അയ്യോ ഞങ്ങൾക്കൊരു ദിവസം അപ്പുറത്തേക്ക് കാത്തിരിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇത് 12 മണിക്ക് വരും എന്നുള്ളത് അറിഞ്ഞത്. അപ്പൊ ഞാൻ അവരങ്ങനെ പറയുമ്പോഴൊക്കെ എൻ്റെ ഉള്ളിലിങ്ങനെ അയ്യോ അത് കിട്ടുമോ, അപ്പൊ ഒരുപാട് പ്രതീക്ഷിക്കരുതെന്ന് ഞാൻ എന്നെ മനസ്സിലിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം പിന്നെ വല്ലാതെ മോഹിച്ചിട്ട് അത് ഒന്നും ഇല്ലാതിരുന്നാൽ ആ സമയത്ത് എൻ്റെ മനസ്സ് എന്താവും എന്ന് എനിക്കറിയില്ലല്ലോ. പിന്നെ നാടകം ഉണ്ടല്ലോ എൻ്റെ കൂടെ, എന്ത് അംഗീകാരങ്ങൾ കിട്ടിയില്ലെങ്കിലും നാടകം ഞാൻ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നതാണ്. ഇന്നലെ ആ അവാർഡ് പ്രഖ്യാപനത്തിന്റെ അന്നും ഞാൻ എൻ്റെ ഹൈസ്കൂളിൽ പോയിട്ട് നാടകം കളിച്ചു. അവിടുത്തെ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം, ഒരു ലൈബ്രറിയുടെ ഉദ്ഘാടനം. അതെനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം നാടകമായിരുന്നു. അതെ തീർച്ചയായിട്ടും. അന്ന് 2 മണിക്ക് എനിക്ക് പരുതൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നാടകം കളിക്കാനായിരുന്നു. അപ്പൊ എല്ലാവരും പറഞ്ഞു നീ സ്കൂളിൽ നിന്ന് പോവല്ലേ, ഇവിടെ നിൽക്ക്, നമുക്ക് എല്ലാവർക്കും കൂടെ ഇതൊന്ന് ആഘോഷിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ 1 മാസം മുന്നേ ഏറ്റുപോയതാണ്, അവാർഡ് ഇപ്പോഴല്ലേ പ്രഖ്യാപിച്ചത്, എനിക്ക് അവരോട് വാക്ക് പാലിക്കണം. മാത്രമല്ല എനിക്ക് നാടകം കളിച്ച് എൻ്റെ സന്തോഷം പ്രകടിപ്പിക്കേണ്ടത് ഈ നാടകം കളിച്ചിട്ടായിരിക്കണം. അങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് പോയത്. എനിക്ക് അങ്ങോട്ട് എത്താൻ പറ്റില്ല, ഫോണുകൾ വന്നിട്ടും ചാനല് അടുത്ത് വന്നിട്ടും അങ്ങനെ എനിക്ക് അവിടേക്ക് സ്കൂളിലേക്ക് എത്താൻ പറ്റില്ല. അപ്പം എനിക്ക് ടൈം ഭയങ്കര പ്രശ്നമാണ്. കൃത്യസമയമാണ് എൻ്റെ ടൈം മാനേജ്മെന്റ് വളരെയധികം ശ്രദ്ധിക്കുന്ന ആളാണ് ഞാൻ. അപ്പം എനിക്ക് 2 മണിക്ക് അവിടെ എത്തണം എന്നുള്ളൊരു വല്ലാത്തൊരു തിടുക്കായിരുന്നു. അപ്പം ഇങ്ങനെ കോളുകൾ വരിക. അപ്പോൾ കുറേ കോള് ഞാൻ അറ്റൻഡ് ചെയ്തില്ല.
പക്ഷെ അവിടെ ചെന്നപ്പോഴേക്കും മീഡിയാസൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല തമാശയൊക്കെ ആയിരുന്നു. കാരണം എൻ്റെ മ്യൂസിക്, എനിക്ക് എൻ്റർ ചെയ്യാനുള്ള മ്യൂസിക് ഇങ്ങനെ പ്ലേ ചെയ്യുക. ആ സമയത്ത് മീഡിയാസ് ഒരു ബൈറ്റ് തരൂ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റർ ചെയ്യാനുള്ള സമയമായി. അപ്പോൾ ടീച്ചർ 1 മിനിറ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവസാനം ഞാൻ പറഞ്ഞു മ്യൂസിക് കട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവർക്ക് ഇൻ്റർവ്യൂ കൊടുക്കുക ചെയ്തത്. പിന്നെ ചെയ്തപ്പോൾ അവരൊക്കെ അത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു നാടകം. ഇങ്ങനൊരു വലിയ അവാർഡ് ലഭിച്ചതിന് ശേഷം ആദ്യമായ ഒരു വേദിയിലെത്തി, അതേ ദിവസം തന്നെ വേദിയിലെത്തി അഭിനയിച്ചപ്പോൾ ഉണ്ടായ ഒരു ഫീലിംഗ് എങ്ങനെയായിരുന്നു ടീച്ചറെ? അതന്നെ അത് ഞാൻ ആ ഇന്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിറഞ്ഞ മനസ്സോട് കൂടിയിട്ടാണ് ഞാൻ അവിടെ നിന്നത്. കാരണം നാടകം കളിക്കാൻ പറ്റുമല്ലോ ആ ദിവസം. എൻ്റെ പ്രിയപ്പെട്ട പാണി മാഷ് സാന്നിധ്യം ഞാൻ ആ സ്കൂളിൽ അറിഞ്ഞു. മാഷ് ഇപ്പം ഇല്ല. ഞാൻ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. ഇപ്പോഴും എനിക്ക് മാഷിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ സങ്കടമാണ്, ഉള്ളു വിങ്ങും. മാഷയുടെ ഭാര്യ ലീല ടീച്ചർ എപ്പോഴും എന്നോട് പറയും, മോളെ നീ ഉയരങ്ങളിൽ എത്തുമെന്ന് പറയും. അപ്പോൾ ടീച്ചറെ എന്തായാലും അനുഗ്രഹം എനിക്ക് എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ടീച്ചറോട് എപ്പോഴും പറയാറുണ്ട്. അങ്ങനെ ഒരുപാട് പേരുണ്ട് എൻ്റെ കൂടെ. എൻ്റെ നാട്ടുകാർ മുഴുവൻ, എൻ്റെ പരുതൂർ നാടിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ. എൻ്റെ നാട്ടിൽ അങ്ങനെ ഒരു കലാസംസ്കാരം ഉണ്ടായിരുന്നു. ആ എനിക്ക് കിട്ടിയ കലകളൊക്കെ എൻ്റെ കുട്ടികൾക്കും അതൊന്ന് അനുഭവിപ്പിക്കണം. ഈ കല നമുക്ക് തരുന്ന ഊർജം വളരെ വലുതാണ് എന്ന് എനിക്ക് കിട്ടിയതെല്ലാം ഞാൻ എൻ്റെ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ക്രൂവിൻ്റെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു ടീച്ചർ? ഈ ഒരു അവാർഡിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോഴത്തേക്കും തടവ് ക്രൂവിന്റെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? അയ്യോ, അവരൊക്കെ അവിടെ കടന്ന് ഡാൻസ് കളിക്കും. ഞങ്ങൾ 2 സ്ഥലത്തായി പോയി. അവര് കൊച്ചിയിൽ, അവര് ഭയങ്കര ആഘോഷത്തിലാണ്. അവരവിടെ എന്താ പറയാ, അടിച്ചു പൊളിക്കാണ്. അവര് അവിടെ എറണാകുളത്താണ്, പുതിയൊരു വർക്കിലാണ്. ഞാനിവിടെ ആയിപ്പോയി. അപ്പൊ ഞാൻ ചോദിച്ചു നമുക്ക് എന്താ ചെയ്യാം, നമുക്ക് ഒരുമിച്ച് വന്നൊന്ന് കെട്ടിപ്പിടിക്കണമെന്നുണ്ട്. അപ്പോൾ ടീച്ചറെ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്, ടീച്ചർ ഇങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞു. അവരവിടെ ഭയങ്കര ഡാൻസും പാട്ടും കളിയൊക്കെയാണ്. നല്ല സന്തോഷത്തിലാണ്. ഒരു കൊമേഴ്ഷ്യൽ ഫിലിം എന്നതിന് ആ ഒരു രീതിയിൽ ഇറക്കാത്ത സിനിമ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇപ്പോഴാണ് തടവ് അന്വേഷിച്ച് കണ്ടെത്തി കാണാനുള്ള ഒരു ശ്രമം നടത്തുന്നത് തന്നെ. പക്ഷേ ഒരുപാട് അവാർഡുകൾ ഇതിനോടകം തന്നെ പല ഫെസ്റ്റിവലുകളിലും നേടിയിട്ടുണ്ട്. നമ്മുടെ IFFK തന്നെ 2 അവാർഡ് നേടിയിട്ടുണ്ട്. ഒരുപാട് മറ്റ് അന്താരാഷ്ട്ര ചലച്ചിത്ര മേളകളിലും നല്ല പ്രശംസനീയമായ പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഈ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട്, അല്ലേ ടീച്ചറെ? തീർച്ചയായിട്ടും. അതുപോലെ ഞങ്ങൾക്ക് വളരെ വലിയൊരു സന്തോഷമാണ്. കാരണം ഫാസിൽ എപ്പോഴും സിനിമയിലൂടെ ഉയരണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ ഈ സിനിമ എന്തായാലും ഫാസിലിനൊരു വഴിത്തിരിവാവണം എന്ന് ഞാൻ എന്നും ആഗ്രഹിക്കാറുണ്ട്. ഫാസിൽ അത്ര നന്മയുള്ളൊരു കുട്ടിയാണ്. അവരുടെ ക്രൂ എല്ലാ കുട്ടികളും വളരെ കംഫർട്ടബിൾ ആയിട്ട് അവരുടെ കൂടെ വർക്ക് ചെയ്യാം. എനിക്ക് നാടകം പോലെ തന്നെയാണ് തോന്നിയത്. ഈ സിനിമ ചെയ്തപ്പോൾ ഒരു വേറിട്ട് നിന്ന പോലെ തോന്നിയതേ ഇല്ല. നിങ്ങൾ ഈ കൂട്ടായ്മ എത്ര കാലമായിട്ട് ഇങ്ങനെ ഒരുമിച്ച് ഷോർട്ട് ഫിലിംസും നാടകവും ഒക്കെ ചെയ്യുന്നുണ്ട്? 6 വർഷം ഞാൻ ഈ ഫാസിലിന്റെ കൂടെ ഉണ്ട്, അവരുടെ ടീമിന്റെ കൂടെ 6-7 വർഷമായി. ആദ്യം അതിര എന്ന് പറഞ്ഞിരുന്ന ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു. അതിന് ഒരുപാട് ഒരു 50ഓളം അവാർഡുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ എൻ്റെ അനിയത്തിയുടെ മോള് നന്ദിത ദാസ് ആണ് ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട്, ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് സെലക്ട് ചെയ്തു കഴിഞ്ഞ സംസ്ഥാന അവാർഡിന്, ഷോർട്ട് ഫിലിം അവാർഡിന്. അതിൽ മികച്ച ചിത്രമായിട്ട് അതിരും പിറയും തെരഞ്ഞെടുത്തിരുന്നു ഷോർട്ട് ഫിലിമായിട്ട്. അതിൽ മികച്ച സംവിധായകനായിട്ട് ഫാസിൽ റസാഖിനെ തെരഞ്ഞെടുത്തു. അതിൽ വേഷം ഞാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ വെച്ചിട്ട് തന്നെയാണ് അതും ചെയ്തത്. പിന്നെ പിറ, അതും അതെ നമ്മുടെ നാട്ടിൽ വെച്ച് ചെയ്തതാണ്. ആ ഒരു വർക്ക് ചെയ്തതിൻ്റെ ഒരു ആത്മവിശ്വാസമാണ് തോന്നുന്നു ഫാസിലിന് ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് തടവ് ചെയ്യാനുള്ള ആ ഒരു ആത്മവിശ്വാസം ഉണ്ടായത്. നാടിനുള്ളൊരു സ്നേഹം ഭയങ്കരമായിട്ടും വ്യക്തമാണ്. അപ്പോൾ ടീച്ചർ എങ്ങനെയായിരുന്നു നാട്ടുകാരുടെ ഒരു റെസ്പോൺസ്? കാര്യം ആ നാട്ടിൽ നിന്നുള്ളൊരു സിനിമയാണ്. അപ്പം സ്വന്തം നാട്ടുകാരുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു ടീച്ചർക്ക്? അത് ഞാൻ നാടകം കഴിഞ്ഞ ഉടനെ മീഡിയാസ് എന്നെ ഇങ്ങനെ വിളിച്ച് ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും കൂടെ എൻ്റെ സ്കൂളിലേക്ക് പോവാം, അവിടെ എൻ്റെ നാട്ടുകാരൊക്കെ കൂടി വന്നിട്ടുണ്ട്, അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം, എൻ്റെ സ്കൂളിലല്ലേ നിൽക്കേണ്ടത്, എൻ്റെ സ്കൂളിന് സഹപ്രവർത്തകർ എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞു ഞാൻ മീഡിയാസിനോട്. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞിട്ട് പോരുകയാണ് ചെയ്തത്. അപ്പോൾ സ്കൂളിൽ നിന്ന് വിളിക്കുക, ഇവിടെ വേഗം വാ, നീ എല്ലാവരും ഇവിടെ വളരെ സജ്ജായിട്ടാണ് നിൽക്കുന്നത്, ഓടി വാ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നപ്പോഴേക്കും അവരവിടെ പഞ്ചവാദ്യവും മേളങ്ങളും കുട്ടികളൊക്കെ ഭയങ്കര ബാനറൊക്കെ റെഡി ആയിരിക്കുന്നു. അങ്ങനെ നാട്ടുകാരും എല്ലാവരും കൂടിയിട്ട് ഘോഷയാത്രയായിട്ട് ഞങ്ങളുടെ അടുത്തുള്ളൊരു
ടൗൺ ഉണ്ട്, ഒരു ജംഗ്ഷൻ, അവിടേക്ക് കൊണ്ടുപോയി. പിന്നെ അറിഞ്ഞു എന്തോ സോഷ്യൽ മീഡിയയിൽ എന്തോ ഒരു കമന്റ് ഒക്കെ വന്നു എന്ന് കേട്ടു. ഇത് എന്താ ഇങ്ങനെ നിരത്തിലിറങ്ങിയിട്ട് ഇങ്ങനെയൊക്കെ, അതൊക്കെ ഒരു വേറെ രീതിയിലല്ലേ ചെയ്യേണ്ടത്. പക്ഷേ ഞങ്ങളുടെ നാടിന്റെ സംസ്കാരം അതാണ്. ഞങ്ങളുടെ സന്തോഷങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ആഘോഷിക്കും. എൻ്റെ ഒറ്റയ്ക്കുള്ള നേട്ടമല്ല, എൻ്റെ ഗ്രാമത്തിന്റെ നേട്ടമാണത്. തീർച്ചയായും അങ്ങനെയുള്ള കമന്റ്സിനൊന്നും നമ്മൾ വകവയ്ക്കേ വേണ്ട ടീച്ചറെ. കാരണം ഒരു നാട്ടുകാർ ഒരുമിച്ച് ചേർന്ന് നിന്ന്, ഒരേ നാട്ടിലുള്ള ആളുകൾ ഒരുമിച്ച് ചേർന്ന് നിന്ന് ഒരു ഗംഭീര സിനിമയാണ്. അപ്പൊ പിന്നെ അത് അങ്ങനെ തന്നെ ആഘോഷിക്കപ്പെടണമല്ലോ. തീർച്ചയായും. അതെ ടീച്ചർ, ഈ തടവെന്ന് പറയുന്ന ഒരു സിനിമ ഇപ്പൊ ഒരുപാട് ചർച്ചയാകുന്നുണ്ട്. അപ്പം ഈ ചിത്രത്തിന്റെ ഒരു ഇതിവൃത്തം എന്താണ്, അതിന്റെ ഒരു പശ്ചാത്തലം, അതിന്റെ ഒരു കഥ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? അത് ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങളുള്ള ഒരു സ്ത്രീ, 2 ഭർത്താക്കന്മാരുണ്ടെങ്കിലും ഒറ്റയ്ക്കാണ്, 2 മക്കളും ഉണ്ട്. എന്നാലും അവര് സ്വയം തടവിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, സമൂഹം അവരെ തടവിലാക്കി, സ്വയം അവരും തടവിലാവുകയാണ് അവസാനം. അത് സിനിമ കാണുകയായിരിക്കും. അതിന്റെ സസ്പെൻസ് കളയണ്ടല്ലോ നമ്മൾ അതിങ്ങനെ പറഞ്ഞിട്ട്. തീർച്ചയായും നമുക്ക് ഒരു സ്പോയിലർ കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു പ്രത്യേക ക്യാരക്ടറാണ്. ടീച്ചറെ, ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ അത് എങ്ങനെയാണ് ചെയ്തത്? നിങ്ങൾക്ക് ഒരു ഗ്രൂമിംഗ് സെക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഒരു മാസം ഞങ്ങൾക്ക് ഒരു റിഹേഴ്സൽ തന്നിരുന്നു. എന്റെ ഈ ഒരു ഗീത എന്നുള്ള ക്യാരക്ടറിന്റെ ഒരു മൈന്യൂട്ടൊരു അംശം എന്റെ ഉള്ളിലുണ്ട്. എനിക്ക് തോന്നുന്നു ഫാസിൽ അത് കണ്ടിട്ടാണോ ഇങ്ങനെ ഒരു സ്റ്റോറി എഴുതിയെന്ന് പോലും ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ സംശയിക്കാറുണ്ട്. കാരണം ഞാൻ എന്താണോ സന്ദർഭത്തിനനുസരിച്ച് ഇങ്ങനെ എൻ്റെ ഇമോഷൻ മാറിക്കൊണ്ടിരിക്കും. സന്തോഷമാണെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കും, സങ്കടം വന്നാൽ പെട്ടെന്ന് സങ്കടമാവും. അങ്ങനെ ഞാനും ആ ഒരു രീതിയിൽ ഇമോഷണലാണ്. അത് കണ്ടിട്ടാണോ എന്ന് തോന്നും. ഈ ക്യാരക്ടർ കുറച്ചും കൂടി എന്നേക്കാൾ ഒരുപാട് ഒരു 10 മടങ്ങ് എന്താ പറയുക, അത്ര ഇമോഷണലാണ് ആ ക്യാരക്ടർ, ഗീത എന്നുള്ള ക്യാരക്ടർ. ഈ മാനസിക സംഘർഷം ഒരുപാട് അനുഭവിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഈ ഗീത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് സ്ത്രീകളെ, പ്രത്യേകിച്ച് സ്ത്രീകളെ നിരീക്ഷിച്ചാൽ മാത്രമായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഒന്നുകിൽ അങ്ങനെ അനുഭവം ഉണ്ടാവണം, അല്ലെങ്കിൽ നിരീക്ഷണം അത്രത്തോളം വേണം ഈ ഒരു ഗീതയിലേക്ക് ഇറങ്ങി വരണം. അപ്പം ടീച്ചറിന് അതിനുള്ള ആ ഒരു ഒരുക്കം എങ്ങനെയായിരുന്നു? മൊത്തത്തിൽ ആ ഒരു മാനസിക സംഘർഷം, അല്ലെങ്കിൽ ആ ഒരു എന്താണ് ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ആ ഒരു കറക്റ്റ് ഫീല് കൊണ്ടുവരാൻ ടീച്ചർ എടുത്ത പ്രിപ്പറേഷൻസാ? അതൊരു റിഹേഴ്സൽ കിട്ടിയിരുന്നു. അപ്പോൾ ഫാസിൽ പറയും, ഞാൻ ചെയ്യുമ്പോൾ പറയും, ടീച്ചറെ വേണമെങ്കിൽ ഒന്നും കൂടി കുറയ്ക്കാം. കാരണം ഞാൻ നാടകം ചെയ്യുന്ന ആളാണ്. നാടകം എന്ന് പറയുമ്പോൾ വളരെ ഓഡിയൻസിന് കിട്ടുന്ന രീതിയിൽ വലുതാക്കി പെർഫോം ചെയ്യണം. സിനിമ എന്ന് പറയുമ്പോൾ വളരെ മിനിമമാണ് വീണ്ടും. അത് ഞാൻ മനസ്സിലാക്കിയിരുന്നു, കുറച്ച് മുന്നേ തന്നെ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ അതെൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അപ്പം ഇത് ചെയ്യുമ്പോൾ ഫാസിൽ പറഞ്ഞു തരും, ടീച്ചറെ കുറച്ചും കൂടി കുറച്ചോളൂ, അത്ര തന്നെ വേണ്ട. അപ്പം അങ്ങനെ കറക്റ്റ് ഡയറക്ഷൻ ഫാസിൽ തന്നിരുന്നു. പിന്നെ അടുത്ത ദിവസത്തെ ഷോട്ടുകൾ പറയുമ്പോൾ ഞാൻ അതിനൊന്ന് വീട്ടിൽ നിന്ന് പ്രിപ്പയർഡ് ആയിട്ട് വരും, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. പിന്നെ ആരുടെയും ഒരു കോപ്പി ആവരുത്, എനിക്ക് എൻ്റെതായ ഒരു യുണീക്ക്നെസ് കീപ്പ് ചെയ്യണം എന്നെൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അത് എത്രത്തോളം വന്നു എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ആളുകൾ അത് നന്നായി സ്വീകരിച്ചിട്ടുണ്ട്. അപ്പം അത് സന്തോഷം. അതിന്റെ പൂർണ്ണതയിൽ വന്നതുകൊണ്ടാണല്ലോ ആളുകൾ സ്വീകരിച്ചതും ഇങ്ങനെ വലിയൊരു അവാർഡ് നേട്ടത്തിലേക്ക് അത് എത്തിയതും. ടീച്ചറെ, ഇൻഡസ്ട്രിയിൽ നിന്നുള്ള വേറെ ആരെങ്കിലും ഒക്കെ വിളിച്ചിരുന്നോ അഭിനന്ദനം അറിയിച്ചത്? ഇല്ല, ഇൻഡസ്ട്രിയിൽ ആരും വിളിച്ചിട്ടില്ല. പിന്നെ എന്നെ മുഖ്യമന്ത്രി വിളിച്ചു, അതുപോലെ ഞങ്ങളുടെ മന്ത്രിയും തൃത്താലയ്ക്ക് കിട്ടിയ മന്ത്രി MP രാജേഷ്, അതുപോലെ മുഹമ്മദ് ബഷീർ, ET മുഹമ്മദ് ബഷീർ സാറ്, സമദാനി സാറ്, പിന്നെ വിദ്യാഭ്യാസ മന്ത്രി, അതുപോലെ മിസ്റ്റർ KT ജലീൽ സാർ, അങ്ങനെ ഒരുപാട് ആളുകൾ വിളിച്ചു. നമ്മുടെ രാഷ്ട്രീയ മേഖലയിലുള്ള ആളുകൾ വിളിച്ചു. എന്തായിരുന്നു പ്രധാനമായിട്ടും അവര് പറഞ്ഞൊരു കാര്യം? പിന്നെ നമുക്ക് നമ്മുടെ കേരളത്തിന് തന്നെ അഭിമാനിക്കാം. പിന്നെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന് അഭിമാനമാണ് ഇത് എന്ന് അങ്ങനെയാ പറഞ്ഞത്. കുട്ടികൾക്കൊരു മാതൃകയാണ്. അതെ, നേരത്തെ തന്നെ ടീച്ചർ അത് പറയുകയും ചെയ്തു, കുട്ടികൾക്കൊരു ഊർജം
പകർന്നു നൽകുന്ന ഒരു കാര്യം കൂടിയാണ് ടീച്ചർ ഇങ്ങനെ ഒരു കലയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുക, അതിന് അംഗീകാരം ലഭിക്കുക എന്നുള്ളത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ചോദിക്കട്ടെ ടീച്ചറെ, ഇപ്പം അധ്യാപനം എന്ന് പറയുന്നത് നമുക്കൊരു ഫുൾ ടൈം കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു ജോലി കൂടിയാണ്. അതിന്റെ തിരക്കിനിടയിൽ നിന്ന് ഈ നാടകത്തിനും കലയ്ക്കും ഒക്കെ സമയം എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഈ നാടകവും കലയാണ് എനിക്കെല്ലാം ചെയ്യാനുള്ള ഒരു ഊർജം തരുന്നത്. ഞാൻ സ്കൂളിൽ പോവും, സ്കൂളിൽ ഒരു പെർഫോമൻസ് തന്നെയാണ്. എനിക്ക് പെർഫോം ചെയ്തിട്ട് ക്ലാസ് എടുക്കാനാണ് അധികം ഇഷ്ടം. അപ്പോൾ ഞാനും കുട്ടികളും കൂടി പെർഫോം ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കുക. അപ്പോൾ നമുക്കൊരു പെർഫോമൻസ് കഴിഞ്ഞൊരു എനർജി കിട്ടും. പിന്നെ വൈകുന്നേരം സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് ഞാൻ അറങ്ങോട്ടേക്ക് പോവും. എനിക്ക് സ്കൂട്ടി ഉണ്ട്, അങ്ങനെ പോവും. അവിടെ റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് രാത്രി അവിടെ കിടക്കും. പിറ്റേ ദിവസം രാവിലെ പോരും, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത്. അതിൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുണ്ട്, അവർ വയ്യാതെ കിടപ്പിലാണ്. അപ്പോൾ അവർ നോക്കാനൊരു ഹോം നേഴ്സൊക്കെ ഉണ്ട്. എന്നാലും വീട്ടിലത്തെ കുക്കിങ് കാര്യങ്ങൾ ഒക്കെ ഞാൻ തന്നെ ചെയ്യുക. അതെനിക്ക് ഇഷ്ടമാണ്, കുക്കിങ് ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകും. സ്കൂളിൽ ഞങ്ങൾ കുട്ടികളെ അങ്ങനെ വെറൈറ്റി പ്രോഗ്രാംസ് ദിവസവും ഉണ്ടാകും. അപ്പോൾ അതിനുവേണ്ടി നമ്മളിങ്ങനെ പ്രിപ്പയർഡ് ആയിട്ടിരിക്കണല്ലോ. വീട്ടിൽ വന്നാലും കുറച്ച് സ്ക്രിപ്റ്റുകളൊക്കെ എഴുതേണ്ടി വരും കുട്ടികൾക്ക് കൊടുക്കാനുള്ളത്. ഒഴിവ് സമയങ്ങളിൽ അവർക്ക് ഇങ്ങനെ എപ്പോഴാണോ അവർ ലിഷറായിട്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് വേഗം വേഗം പുസ്തകം മേടിച്ചിട്ട് അവർക്കുള്ള ഡയലോഗ്സൊക്കെ എഴുതി കൊടുക്കും. അങ്ങനെ അങ്ങനെ ഭയങ്കര എപ്പോഴും ഇങ്ങനെ ക്രിയേറ്റീവായിട്ട് ഇരിക്കും. അതുകൊണ്ട് നമുക്ക് ക്ഷീണിക്കാനുള്ള സമയം കിട്ടില്ല, ചിന്തിക്കാനൊന്നുള്ള സമയം കിട്ടില്ല. അപ്പൊ നിരന്തരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എപ്പോഴും ആ കലയിലേക്കും അതുപോലെ ഏത് ജോലിയാണെങ്കിലും അതിലേക്ക് ഒരു ഇൻപുട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ് ടീച്ചർ. എൻ്റെ കൂടെ അനിത ടീച്ചർ, എൻ്റെ സുഹൃത്തുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് ചെയ്യുന്നത്. അതെ അല്ലേ. അപ്പൊ അനിത ടീച്ചറിന്റെ ഒരു ഫസ്റ്റ് റിയാക്ഷൻ എങ്ങനെയായിരുന്നു? ടീച്ചറാണല്ലോ ആദ്യം ബീന ടീച്ചർ ഇത് ചെയ്യണം, ഇത് ബീന ടീച്ചറിനെയും കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കഥാപാത്രമാണ്, മാത്രമല്ല ബീന ടീച്ചറിന്റെ എല്ലാ കഴിവുകളും അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു കഥാപാത്രം കൂടിയാകും ഇത് എന്നൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്തത്. അപ്പൊ പുള്ളിക്കാരിയുടെ ഒരു റിയാക്ഷൻ എങ്ങനെയായിരുന്നു ഈ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ? അയ്യോ, അത് പറഞ്ഞറിയിക്കാൻ വയ്യ. എന്നെ കെട്ടിപ്പിടിച്ച് വട്ടം കറങ്ങലും ഉമ്മയ്ക്കലും കരച്ചിലും ഒക്കെ ആയിരുന്നു. ഭയങ്കര ഓവർവെൽംഡ് വിത്ത് ജോയ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയായിരുന്നു. തീർച്ചയായും നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ആ ഒരു മൊമെന്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. ടീച്ചർ, അപ്പം ഈ അവാർഡൊക്കെ കിട്ടിയ സ്ഥിതിക്ക് അധ്യാപനം ഒക്കെ താൽക്കാലികമായ പ്രൊഫഷൻ ഒന്ന് നിർത്തിവെച്ചിട്ട് ഇനി ഫുൾ ടൈം സിനിമയിലേക്ക് കേന്ദ്രീകരിക്കാം എന്ന് എന്തെങ്കിലും ആലോചനയുണ്ടോ? ഇല്ല. ഇന്നലെ ഞാൻ ഗ്രാമസഭയിൽ എന്നെ ഒന്ന് ആദരിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാന് സാധാരണ പോകുമ്പോ ഒന്നും ആളുകൾ അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. ഇന്നലെ ഞാൻ സ്കൂട്ടി എടുത്ത് പോകുമ്പോ ആളുകൾ കാറൊക്കെ നിർത്തി നോക്കണു, കടയിൽ നോക്കണു. അങ്ങനെ ഞാൻ ചെന്നപ്പോ കുട്ടികൾക്കൊക്കെ ഒരു വല്ലാത്തൊരു സാധാരണ ഉള്ള രീതിയിലല്ലാതെ ഇങ്ങനെ നോക്കുക. അപ്പൊ അതുപോലെ ഗ്രാമസഭയിലേക്ക് ആ വേദിയിലേക്ക് ചെന്നപ്പോ എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരാണ്, അവരൊക്കെ ഒരു പ്രത്യേക രീതിയിൽ എന്നെ ഇങ്ങനെ നോക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പഴയ ബീനയാണ് കേട്ടോ, വേറിട്ട് കാണരുതേ. ഞാനിപ്പോ ഒരു സിനിമയിലെ അവാർഡൊക്കെ കിട്ടിയെന്ന് വിചാരിച്ചിട്ട് പണ്ടത്തെ ബീന തന്നെയാണ് ഞാൻ, അങ്ങനെ ഇരിക്കാനാണ് എനിക്ക് ഇഷ്ടം എന്നാണ് ഞാൻ അവരോട് പറഞ്ഞത്. എനിക്ക് അധ്യാപനം വേണം, എനിക്ക് കുട്ടികളെ പഠിപ്പിക്കണം, ഒപ്പം നാടകം കൊണ്ടുപോകണം, നല്ല സിനിമകൾ കിട്ടിയാൽ ചെയ്യും വേണം, ഒക്കെ കൊണ്ടുപോകണം. ടീച്ചർ സംസാരിക്കുമ്പോൾ തന്നെ ടീച്ചറിന്റെ ഒരു സിംപ്ലിസിറ്റി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടീച്ചർ ആ ഒരു മൊമെന്റ്സ് ഒക്കെ എങ്ങനെ കൈകാര്യം ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് അറിയാൻ കൂടി ഒരു ആകാംക്ഷയുണ്ട്. ടീച്ചറിന് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്നൊരു ദിവസം വലിയ രീതിയിൽ ആളുകൾ അപ്രിഷിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു പോപ്പുലാരിറ്റിയിലേക്ക് വന്നു എന്ന് തോന്നിയ ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ. ഇപ്പൊ പറഞ്ഞല്ലോ, എനിക്കറിയാവുന്ന എൻ്റെ അത്രയും പ്രിയപ്പെട്ട നാട്ടുകാരെന്നെ മറ്റൊരാൾ ഒരു സെലിബ്രിറ്റിയെ പോലെ നോക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് ശരിക്കും എൻജോയ് ചെയ്ത മൊമെന്റ് ആണോ, അതോ ചെറിയ രീതിയിലെങ്കിലും ശ്വാസം മുട്ടിച്ചോ? ഇല്ല, എനിക്ക് പേടിയാവുക ചെയ്യണപ്പോ ഈ അവാർഡ് എനിക്കൊരു ഭാരമായി മാറും. സന്തോഷിക്കുകയാണോ വേണ്ടത്, സങ്കടപ്പെടുകയാണോ? ഒരു നിമിഷം ഒരു പകുതി ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു, ഒരു പകുതി ഞാനിങ്ങനെ, കാരണം ഒരുപാട് സ്വീകരണങ്ങൾ വരും. അപ്പൊ എനിക്ക് പഠിപ്പിക്കാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ലേ, നാടൻ കളിക്കാൻ പറ്റില്ലേ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആശങ്കകൾ വരുന്നുണ്ട്. എന്താ ഉണ്ടാവുക എന്ന് അറിയില്ലല്ലോ. ടീച്ചറിന്റെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പുതിയ വർക്ക്സ് ഉണ്ടോ? എങ്ങനെയാണ് പുതിയ വിശേഷങ്ങൾ? ഇപ്പൊ ഞാനൊരു ഒറ്റഞ്ഞാവൽ മരം എന്ന് പറയുന്ന ഏകപാത്ര നാടകം കളിച്ച് നടക്കുകയാണ്. അതിനൊരു കാരണം തടവാണ്. 2 വർഷം മുന്നേ ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നു. പലരും എന്നെ പല ഫംഗ്ഷനും വിളിക്കും. എനിക്ക് സംസാരിക്കാൻ അത്ര ഇഷ്ടമില്ല.
എന്തെങ്കിലും പെർഫോം ചെയ്യുമ്പോഴാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ പെർഫോമൻസിലൂടെ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം ഞാൻ എൻ്റെ സംഘത്തിലുള്ള നാരായണേട്ടനോട് ശ്രീജോടും പറഞ്ഞു എനിക്കൊരു സോളോ ചെയ്യണം. അങ്ങനെ ഞാൻ 5ാം ക്ലാസ്സിലെ പാഠപുസ്തകം മലയാളം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മാധവിക്കുട്ടിയുടെ വേനലിൻ്റെ ഒഴിവ് എന്ന് പറയുന്ന കഥ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇത് ഒരു ഏകപാത്ര നാടകമായിട്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും. അപ്പം അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു, നാരായണേട്ടനോട് ശ്രീജോടും പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ അതിന് ആ വർക്കിലിരുന്നു. അങ്ങനെ അതൊരു രൂപപ്പെടുത്തി എടുത്തു. പിന്നെയാണ് തടവിൻ്റെ പിന്നെ ക്രിറ്റിക്സ് അവാർഡ് വരുന്നു, സ്പെഷ്യൽ ജൂറി മെൻഷൻ. പിന്നെ ഞങ്ങൾക്ക് പല ഫെസ്റ്റിവലുകളിലും സെലക്ഷൻ കിട്ടുന്നു. ന്യൂസിൽ ഇങ്ങനെ മീഡിയാസിൽ ഫുള്ള് തടവ് നിറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ പലരും ആ ഒരു പേരിൽ വിളിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു 10-30 കൊല്ലമായി ഞാൻ നാടകത്തിൽ, പക്ഷെ ഞാനൊരു സിനിമയിൽ അഭിനയിച്ചപ്പോഴേക്കും വേറെ രീതിയിലാണ് ആളുകൾ കാണുന്നതല്ലോ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ പോകുന്നു. അങ്ങനെ ആ രീതിയിൽ എന്നെ വിളിക്കുമ്പോൾ സംസാരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല, ഞാൻ പെർഫോം ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒറ്റ ഞാവൽ മരം എന്നുള്ള നാടകം ഞാൻ കളിച്ച് നടക്കുകയാണ്. അതിന് വലിയ സന്നാഹങ്ങളൊന്നും വേണ്ട, സിമ്പിളായിട്ടൊരു കാറിൽ പോയിട്ട് കളിച്ച് വരാം. എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ ഹസ്ബൻഡിൻ്റെ അമ്മ വളരെ സപ്പോർട്ടാണ് എനിക്ക് എപ്പോഴും, ഫാമിലി മൊത്തം, എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും. അപ്പം അങ്ങനെയാണ് ഈ പുതിയ വർക്കുമായിട്ട് ഞാനിങ്ങനെ പോണു. തീർച്ചയായും പകുതി സമയം സ്കൂളിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പകുതി സമയം ഞാൻ നാടകത്തിന് പോകും. ഉടനെ തന്നെ അത് കഴിഞ്ഞാൽ ഉടനെ ഞാൻ സ്കൂളിൽ എത്താറുണ്ട്. തീർച്ചയായും അതിന് സ്കൂളിലുള്ള മറ്റ് അധ്യാപകരുടെയും അതോടൊപ്പം തന്നെ ഫാമിലിയുടെയും ഒക്കെ ഒരു വലിയ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ എല്ലാം കൂടി ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ടീച്ചർ നേരത്തെ പറഞ്ഞു തുടക്കം മുതൽ, ചെറുപ്പകാലം മുതൽ തന്നെ ഈ നാടകത്തിനോടും അഭിനയത്തോടും ഒക്കെ വല്ലാത്തൊരു ഭ്രമം ഉണ്ടായിരുന്നു എന്നുള്ളത്. സിനിമ എപ്പോഴെങ്കിലും മനസ്സിലുണ്ടായിരുന്നോ? ഒരു സിനിമയെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നോ? അങ്ങനെ ഉണ്ടായിരുന്നില്ല. മണികണ്ഠൻ പട്ടാമ്പിയാണ് അങ്ങനെ ആദ്യം വിളിച്ചത്. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു, വേണ്ട എനിക്കത് ശരിയാവുണ്ടാവില്ല, ഞാൻ നാടകമല്ലേ ചെയ്യാറ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവാവാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ പിന്നെ അങ്ങനെ ചെയ്തു. അപ്പം അതൊരു അനുഭവമായി. അപ്പോൾ എങ്ങനെയാണ് സിനിമയിൽ നിൽക്കേണ്ടതെന്നുള്ളൊരു പാഠം മനസ്സിലായി എനിക്ക്. അങ്ങനെയാണ് സുദേവൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്തത്, ശശിയേട്ടൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്തത്. അപ്പോൾ ഇഷ്ടമായി, കുഴപ്പമില്ല. പക്ഷേ നാടകമാണ് കുറച്ചും കൂടി രസം. എന്നാലും ഇപ്പൊ കൂടുതൽ സിനിമകൾ ചെയ്യണം, കൊമേഴ്ഷ്യൽ സിനിമകളുടെ ഭാഗമാകണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം ഉണ്ടോ? ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ ഭയങ്കര എന്തോ ഒരു അതൊക്കെ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഞങ്ങളുടെ തടവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ സെറ്റാണ്, വളരെ സിമ്പിളായിട്ടാണ് അത് ചെയ്തിരുന്നത്. ഞങ്ങൾ പരസ്പരം എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും കൂടി ഷെയർ ചെയ്ത് അങ്ങനെ വളരെ നല്ല രീതിയിൽ വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിരുന്നത്. കമേഴ്ഷ്യൽ സെറ്റൊക്കെ എങ്ങനെയാ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ പേടിയോട് കൂടിയിട്ട് തന്നെയാണ് നോക്കണേ. എന്നാൽ എനിക്ക് ഇഷ്ടമുണ്ട്, അത് എന്താണെന്ന് അറിയും വേണമെന്നുണ്ട്. കുറേ ആളുകളെയൊക്കെ കാണാമല്ലോ, അതൊരു ഡ്രീമാണല്ലോ നമുക്ക്. നടീനടന്മാരെയൊക്കെ ഫേമസ് ആയിട്ടുള്ള ആക്ടേഴ്സിനെയൊക്കെ ഒന്ന് കാണുക, അവരുമായിട്ട് സംസാരിക്കുക, കൂടെ നിൽക്കുക എന്ന് പറയുന്നത് തന്നെ അതൊരു വലിയ കാര്യമല്ലേ. അപ്പം അതൊക്കെ സംഭവിക്കാൻ ഇതൊരു കാരണമാണെങ്കിൽ ഒരുപാട് ആഗ്രഹമുണ്ട് അതൊക്കെ. തീർച്ചയായും. അതെ അതെ. ടീച്ചറിന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള നടനും നടിയും ഒക്കെ ആരൊക്കെയാണ്? കാണണം, അവർക്കൊപ്പം നിൽക്കണം, അവർക്കൊപ്പം അഭിനയിക്കണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹമുള്ള ആളുകള്? അയ്യോ, എനിക്ക് അങ്ങനെ ഒരാളായിട്ടൊന്നും പറയാൻ അറിയില്ല. ഓരോ സിനിമയിലും ഓരോരുത്തരും അവരുടെ ഭാഗം നന്നായി ചെയ്യാറുണ്ട്. നന്നായി ചെയ്യുന്നതിനെ ഞാൻ ആസ്വദിക്കും. എനിക്കങ്ങനെ പ്രത്യേകിച്ച് മമ്മൂക്കയാണ് അങ്ങനെ പറയുകയാണെങ്കിൽ വല്ലാതെ എനിക്ക് ഉള്ളിലുള്ളത് മമ്മൂക്കയാണ്. പിന്നെ കുറേ പേര് അങ്ങനെ പറയാൻ പാടില്ല തോന്നുന്നു, എനിക്കങ്ങനെ പറയാൻ അറിയില്ല. ഒരുപാട് ആളെ നന്നായി ചെയ്യുന്ന എല്ലാവരെയും ഞാൻ ആസ്വദിക്കാറുണ്ട്. ഉർവശി ചേച്ചിയൊക്കെ ഞാൻ ചെറുപ്പത്തിലൊക്കെ അവരുടെ അഭിനയം കണ്ടിട്ട് ഇങ്ങനെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. വളരെ നിഷ്കളങ്കായ, വളരെ കൗതുകത്തോട് കൂടിയിട്ട് നോക്കിയിരുന്നിട്ടുണ്ട്. അത്രയും രസമായിട്ട് അവർ ചെയ്യുന്നതൊക്കെ, അനായാസം അഭിനയിക്കുന്നത് കണ്ടിട്ട്. അപ്പൊ അവരുടെ കൂടെയാണല്ലോ എനിക്ക് അവാർഡ് കിട്ടിയത് എന്നുള്ളതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. തീർച്ചയായും തീർച്ചയായും നേട്ടം തന്നെയാണ്. ഈ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരു കഥാപാത്രം അത് മനസ്സിലുണ്ടോ? കുട്ടികളൊക്കെ ചോദിച്ചു എന്നോട്, ടീച്ചർ പറഞ്ഞോളൂ ടീച്ചർ, തുടർന്നോളൂ. അങ്ങനെയൊന്നും എനിക്ക് ധാരണകളില്ല. അല്ല, അങ്ങനെ ഒരു ധാരണയൊന്നും എനിക്ക് പ്രത്യേകിച്ചില്ല. ഓരോന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എൻ്റെ രീതിയിൽ എനിക്ക് എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ ചിന്തിക്കും. അങ്ങനെ അല്ലാതെ എനിക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും സ്റ്റോറി കിട്ടിയാൽ
അത് വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ ആ ക്യാരക്ടർ രൂപപ്പെട്ട് വരുമല്ലോ. അപ്പോൾ എൻ്റെതായ രീതിയിൽ ചെയ്യാം എന്നുള്ള ഒരു രീതിയാണ്. തീർച്ചയായും. അപ്പം ടീച്ചറിന്റെ ആഗ്രഹം പോലെ തന്നെ നല്ല നല്ല ഞാൻ പറയാൻ കഥാപാത്രങ്ങൾ പറ്റുന്ന ഒരു കാര്യം, എൻ്റെ കുട്ടികളെ പറഞ്ഞോളൂ ടീച്ചർ. അല്ല, എന്നോട് കുട്ടികളൊക്കെ ചോദിച്ചു ഇനിയിപ്പോ ടീച്ചറേനെ അവരൊക്കെ വിളിക്കില്ലേ, പിന്നെ ലാലേട്ടനും മമ്മൂക്കയും അതുപോലെ ഉർവശി ചേച്ചിയും മഞ്ജു ചേച്ചിയൊക്കെ ടീച്ചറേനെ വിളിക്കില്ലേ, ഞങ്ങളുടെ അന്വേഷണം പറയണം കേട്ടോ പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചു, ഞാൻ വിചാരിച്ചു അവരൊക്കെ വിളിക്കുന്നുണ്ടാവും, പക്ഷെ എന്തായാലും അവരൊക്കെ തിരക്കിലായിരിക്കും, അതായിരിക്കും. ഒരുപക്ഷെ വരുന്ന ദിവസങ്ങളിലൊക്കെ അവരുടെ ആശംസകളൊക്കെ ടീച്ചറിലേക്ക് ഉറപ്പായും എത്തുന്നതായിരിക്കും. അവർക്കൊപ്പം ഒക്കെ സ്ക്രീൻ ഷെയർ ചെയ്യാനുള്ള ഒരു അവസരം കൂടി ടീച്ചറിന് ലഭിക്കുമെന്ന് ഞങ്ങളും ആഗ്രഹിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. ചിത്രങ്ങളുടെ ഭാഗമാകാൻ ടീച്ചർക്കും സാധിക്കും എന്ന് തന്നെയാണ് വിശ്വാസം. അതെ. അപ്പൊ ടീച്ചർ ഒരുപാട് സന്തോഷം, സ്നേഹം ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന്. അപ്പം ഇനിയും വരുന്ന എല്ലാ പ്രൊജക്ടുകൾക്കും ഒരുപാട് ആശംസകൾ അറിയിക്കുകയാണ്. ഒപ്പം ഇനിയും അവാർഡുകളൊക്കെ വാങ്ങി നമുക്കിങ്ങനെ സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു. അപ്പൊ താങ്ക് യു ടീച്ചർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പൊ ബീന ടീച്ചറിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇത്രയും നേരം കേട്ടത്. അപ്പൊ തടവെന്നുള്ള ചിത്രത്തിലൂടെ ഇപ്പൊ പ്രേക്ഷകർക്കെല്ലാം അറിയാവുന്നത് പോലെ തന്നെ ബീന ആർ ചന്ദ്രൻ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡൊക്കെ വാങ്ങി അതിന്റെ ഒരു തിളക്കത്തിലിരിക്കുകയായിരുന്നു. അപ്പം ടീച്ചറെ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് അതെ എത്തിക്കാൻ നമുക്ക് സാധിച്ചതിൽ നമുക്കും സന്തോഷമുണ്ട്. അപ്പൊ നമ്മൾ മറ്റു വാർത്തകളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള എടുക്കും.